ഞാൻ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ബ്രഹ്മയുഗം മാത്യൂസ്. അടുത്തിനി നടക്കാൻ പോകുന്നത് പിന്നെ ഡിസംബർ 29 ഈ 75 കിലോ കേക്ക് മുറിച്ച് 2025 വരവേൽക്കുകയാണ്. അതൊരു വലിയ പരിപാടിയായിട്ട് എല്ലാവരും പിന്നെ പങ്കെടുക്കണം, അത് വിജയിപ്പിക്കണം. അത് പിന്നെ കൊല്ലത്തിൻ്റെ ചരിത്രത്തില് അതൊരു വലിയ സംഭവമായിട്ട് മാറ്റണം. ഇതുവരെ അങ്ങനെ ഒരു പരിപാടി കൊല്ലത്തൊരു പൊതു പരിപാടി ന്യൂ ഇയറിന് നടന്നിട്ടില്ല. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ് എന്ന് എനിക്കറിയാം. എന്നാലും എല്ലാ സുഹൃത്തുക്കളെയും, എല്ലാ അനിയത്തിമാരെയും, പെണ്ണന്മാരെയും, അമ്മമാരെയും, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര്, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കണം. ചിലപ്പം കലണ്ടർ കിട്ടിക്കാണത്തില്ല, ഡയറി കിട്ടിക്കാണത്തില്ല. പിന്നെ ഡിസംബർ 29 ഞായറാഴ്ചയാണ്, എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് പിന്നെ സ്വീകരിച്ചും കൊണ്ട് എത്തണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അറിയിക്കുകയാണ്. ഇത് മിസ്റ്റർ ഗോപാൽജി കൊല്ലത്തിന്റെ സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 40 വർഷമായി കൊല്ലത്ത് ഏത് പൊതുപരിപാടി വന്നാൽ, ഫ്ലവർ ഷോ ആയാലും സർക്കസ് ആയാലും അതേപോലെ മറ്റുള്ള പബ്ലിക് എല്ലാ പരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യവും ഗോപാൽജിയുടെ നിയന്ത്രണത്തിലായി ഈ പരിപാടികൾ കംപ്ലീറ്റ് ആസാം മൈതാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപാൽജി ഇപ്പോഴും എൻ്റെ കൊല്ലം രൂപീകൃതമായ ശേഷം 75 വർഷം തികയുന്നതിന്റെ ഭാഗമായിട്ട് ഗോപാൽജി എൻ്റെ കൊല്ലത്തിന്റെ പിറന്നാൾ ആഘോഷം നടത്തുകയാണ്. ജൂൺ 30 വരെ ഗോപാൽജി കഴിഞ്ഞ 40 വർഷമായിട്ട് കൊല്ലത്തെ സമഗ്ര സംഭാവന കൊല്ലത്തിന് വേണ്ടി ചെയ്ത ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ പ്രവർത്തനം കൊല്ലത്തിന്റെ സാംസ്കാരിക മേഖലയിലെയും സാമൂഹിക മേഖലയിലെയും ഗോപാൽജി തുറന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഗോപാൽജിക്ക് ഇത്രയും വലിയൊരു പ്രചോദനം ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ഫീൽഡിൽ ഇന്നും വിജയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എത്രയോ ആൾക്കാർ വന്നു പോയി, അവരെല്ലാം കാലഘട്ടങ്ങളിൽ വന്നു പോയി. ഇന്നും കൊല്ലത്ത് നിലനിൽക്കുന്ന ഏക വ്യക്തിത്വം നിങ്ങളാണ്. എന്താണ് ഇതിന്റെ കാരണം? എന്താ? 40 വർഷത്തിന് മുമ്പ് ഒരു കൈത്തറി എക്സിബിഷനിൽ കൂടിയാണ് ഞാൻ ഈ രംഗത്തോട്ട് വരുന്നത്, ചിന്നക്കടയിൽ. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ആൾ ഇന്ത്യ എക്സിബിഷൻ ആയാലും, ഫുട്ബോൾ ആയാലും, ഫ്ലവർ ഷോ ആയാലും, സർക്കസ് ആയാലും എല്ലാം ഞാൻ മുൻപന്തിയിൽ തന്നെ കാണാം. അത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഈ ഫീൽഡ് ഇപ്പോഴും നിലനിർത്തി പോവുകയാണ്. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൊല്ലത്തിന്റെ പിറവി, 75ാം പിറവി കൊല്ലം രൂപീകരിച്ചിട്ട് ഗവൺമെന്റും കൊല്ലം ജില്ലാ ഭരണകൂടവും മറന്നിരുന്നതാണ്. ഞാനാണ് തുടക്കം കുറിച്ചത്. ജൂൺ 30 ഏതാണ്ട് 1000-ൽ പരം ആളുകൾക്ക് ആറന്മുള സദ്യ ഉൾപ്പെടെ പിന്നെ കൊടുത്തും കൊണ്ടാണ് നമ്മൾ ഇതിന്റെ തുടക്കം കുറിച്ചത്. പരിപാടി ഇപ്പം അതിന്റെ തുടർച്ചയായിട്ട് 2ാമത്തെ പരിപാടിയിലോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് പിന്നെ ഡിസംബർ 29 75ാം പിറവിയോടനുബന്ധിച്ചുള്ള 75 കിലോ കേക്ക് മുറിച്ച് നമ്മുടെ സുഹൃത്തുക്കളെയും പിന്നെ അനിയന്മാരെയും സ്പോർട്സ് രംഗത്തുള്ളവരെയും കലാരംഗത്തുള്ളവരെയും
എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പരിപാടിയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ഏപ്രിൽ 12, 13, 14 തീയതികളിൽ ആശ്രാമം മൈതാനത്ത് വെച്ച് ഒരു വലിയ കലാപരിപാടിക്ക് രൂപം കൊടുക്കുകയാണ്. അത് പ്രായവ്യത്യാസം പോലും ഇല്ലാതെ എല്ലാ പ്രായക്കാർക്കും അതിൽ പങ്കെടുക്കാം. അതുപോലെ വീട്ടമ്മമാര്, കോളേജുകള്, സ്കൂളുകള്, പിന്നെ നൃത്ത സംഘടനകള്, ഇവർക്കെല്ലാം അതിൽ പങ്കെടുക്കാം. തോൽവിയോ പിന്നെ വിജയോ അല്ല ഇതിന്റെ ഉദ്ദേശം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കേരളത്തിലെ രാജകുടുംബ അംഗങ്ങളിലെ ഒരംഗം വിഷുവിൻ്റെ അന്ന് രാവിലെ മുതൽ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പണക്കിഴിയായിട്ട് വിഷു കൈനീട്ടം നൽകുകയാണ്. ഒരു വലിയ സാമ്പത്തിക പിന്നെ ഇത് വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇറങ്ങിയത് കൊണ്ട് എൻ്റെ സുഹൃത്ത് എങ്ങനെയാണ് ഗോപാൽജി ഇതിനെല്ലാം വേണ്ടുന്ന ഈ ഫണ്ടുകൾ? ഇത് വലിയ ബാധ്യതയുള്ള ഒരു പ്രശ്നമാണല്ലോ. ഇത്രയും വർഷം ഈ പരിപാടികളെല്ലാം വിജയിപ്പിക്കാൻ എങ്ങനെ ഫണ്ട് കണ്ടെത്തും? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കാര്യം പറഞ്ഞ് അവർ തരുന്ന പിന്നെ തുക കൊണ്ടാണ് ഇത് നടത്തുന്നത്. പിന്നെ അല്പസ്വല്പമെല്ലാം വീഴ്ചകൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് കണക്കിലെടുക്കാതെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര നാളും ഇങ്ങനെ നമ്മള് നഷ്ടത്തിൽ ഈ സംരംഭം ഓടിച്ചോണ്ട് പോകാൻ പറ്റും? അത് നിർത്തിവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ കൂടാണ് മുന്നോട്ട്. നമ്മൾ ഈ പിന്നെ രംഗത്ത് നമ്മുടെ ജനങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതെ നമ്മൾ ചെയ്യുന്ന ഒരു അത് ലാഭനഷ്ടം നോക്കാതെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. ഇന്നാണ് നമ്മുടെ ഒരു അത് തന്നെ. ഇത് പിന്നെ മറ്റൊരാളിൽ നിന്ന് പകർത്തുന്നതല്ല, ഞാൻ സ്വയം ആലോചിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ വിഷു കൈനീട്ടം. ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു രാജകുടുംബത്തെ കൊണ്ടുവന്ന് പിന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വിഷു കിഴിയാണ് കൊടുക്കുന്നത്. അല്ലാതെ തടിയിലും വെള്ളിയിലും ഒന്നും തീർത്ത സാധനങ്ങളല്ല കൊടുക്കുന്നത്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ഇന്നുവരെ ആരും അത് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ സ്വയം ആലോചിച്ച് എടുക്കുന്നതാണ്. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് പിന്നെ ആ ബുദ്ധിമുട്ട് ഇതിന്റെ ആ വിജയം കാണുമ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം മാറുക. അതാണ് അത്. ഇതിനകത്ത് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഇതിനു വേണ്ടിയിട്ട് അർപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം നമ്മൾ മറ്റുള്ള വിഷമങ്ങളൊന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ അതിജീവിച്ചുകൊണ്ട് പലരും പറയുന്നുണ്ട് അടി കിട്ടിയാലും പഠിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അടി കിട്ടിയാലും വീണ്ടും വീണ്ടും നമ്മൾ ചാടിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇത് വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായം നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു വൻ വിജയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അടുത്ത ജൂൺ 30 വരെ ഇതുപോലുള്ള പല പരിപാടികളും തുടർന്ന് നടക്കും. പിന്നെ 2025 ജൂൺ 30 ഇതിനൊരു വലിയ പരിപാടിയായിട്ട് സമാപനം കൊടുക്കും. എന്റെ കൊല്ലം എന്ന് എന്നെ പേരിട്ടത് തന്നെ ഞാനാണ്. എന്റെ കൊല്ലം. ഗോപാൽജിയുടെ ജീവിതം കൊല്ലത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് വേണ്ടി ഉന്നിവെച്ചിരിക്കുന്ന ഒരു ജീവിതമാണ് ഗോപാൽജി. അത് ലാഭനഷ്ടങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും പുള്ളി പ്രതീക്ഷിക്കാതെ മരണം വരെ പുള്ളിക്ക് ജീവിതത്തിൽ എന്നുവരെ ചെയ്യാൻ പറ്റുമോ അതുവരെ ഈ പുള്ളിയുടെ ഈ പ്രവർത്തന മേഖല തുടരും എന്നാണ് പുള്ളി പിന്നെ ഗോപാൽജി പറയുന്നത്. ഇവിടുത്തെ കൊല്ലത്തിന്റെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അറിയാവുന്ന ഗോപാലകൃഷ്ണൻ എന്ന പേരുള്ള ഈ ഗോപാൽജി ഇന്ന് കൊല്ലത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. ഈ ഗോപാൽജി ഇനിയും ഇതുപോലെ നല്ല നല്ല പരിപാടികൾ, ഇപ്പം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. കഴിഞ്ഞ ദിവസം ഞാനും അതിനകത്ത് പങ്കെടുത്തു. ഒരു 500 പേരെ 600 പേർക്ക് ആറന്മുള വള്ളസദ്യ, അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് പാചകം ചെയ്ത് ആറന്മുളയിലെ വിഭവങ്ങൾ കംപ്ലീറ്റ് 61 ഐറ്റം
എല്ലാം സുഭിക്ഷമായി എല്ലാവരും കഴിച്ചു. ആറന്മുള അമ്പലത്തില് പിന്നെ വള്ളസദ്യ നടത്തുന്നവരിൽ പിന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ വള്ളസദ്യ നടന്നത്. അതുപോലെ തന്നെ വള്ളപ്പാട്ട്, ഇതാണ് ഏറ്റവും കൊല്ലക്കാരെ ആകർഷിച്ച ഒരു പരിപാടിയായത്. ഈ ആറന്മുളയിൽ പോയ ആളുകൾക്ക് ആഹാരം കഴിക്കാൻ പറ്റിയിട്ടില്ല, ഈ വള്ളപ്പാട്ട് എന്തുവാന്ന് അറിഞ്ഞൂടാ. അപ്പൊ അവിടെ പിന്നെ കോടീശ്വരന്മാര് നേർച്ച നടത്തുമ്പോൾ വള്ളപ്പാട്ട് പാടുന്ന ടീമാണ് ഇത്തവണ ഇവിടെ വന്ന് നമ്മളെ സദ്യ നടക്കുമ്പോൾ വള്ളപ്പാട്ട് പാടുക. ആളുകൾക്ക് അതൊന്നും മറക്കാനാക്കത്തില്ല. അതിലുള്ള ഒരുപാട് ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. അതാണ് ഗോപാൽജിയുടെ കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ഇപ്പൊ പറഞ്ഞാണ് അടുത്തത്. പിന്നെ വള്ളംകളി വരുന്നുണ്ട് ഈ പിന്നെ ഡിസംബർ 21 ഏപ്രിൽ 2025 ഏപ്രിൽ 15 കൊല്ലം പൂരം വരുന്നുണ്ട്. ഇതെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം ഞാൻ ശ്രമിച്ചു. അത് എൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ കൊല്ലം പൂരം തുടങ്ങിയ അന്ന് മുതൽ ഞാൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നു. വള്ളംകളി എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ വള്ളംകളി പരിപാടിയായിട്ട് സഹകരിക്കുന്നുണ്ട്. പണ്ട് ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പരസ്യത്തിൽ തുടങ്ങിയ ഗോപാൽജി, അന്ന് ക്ലോക്ക് ടവറിന്റെ ഫ്രണ്ടിലായിരുന്നു ഗോപാൽജിയുടെ ഓഫീസും കാര്യങ്ങളും. അത് പൊളിച്ച ശേഷം ഗോപാൽജിക്ക് ഒരു പ്രത്യേക ഓഫീസ് ഇല്ലാതായി. അതിനുശേഷം പുള്ളി ഇങ്ങനെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഫ്ലവർ ഷോ ആയാലും സർക്കസ് ആയാലും മറ്റു സാംസ്കാരിക പരിപാടിയെല്ലാം ആ സമയത്ത് നടക്കുന്നതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയും സാങ്ഷൻ മേടിക്കാനും എല്ലാം ഓടി നടക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഗോപാൽജി. ഇനിയും ഗോപാൽജി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ജ്യോതിഷനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗോപാൽജി, നിങ്ങളുടെ സ്വന്തം ഗോപാൽജി.